എണ്ണയ്ക്കകത്തെ പൊട്ടും പൊടിയും കരിയും എല്ലാം മാറിയത് എണ്ണ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കപ്പുകളിലൊക്കെ ചായ എടുക്കുന്ന കപ്പുകളിലൊക്കെ നന്നായിട്ട് കറ ഇരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനകത്തോട്ട് ആദ്യം നമ്മളിവിടെ ഇടുന്നത് കുറച്ച് ഉപ്പാണേ. കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇട്ടു. ഇനി അതിനകത്തേക്ക് കുറച്ച് വാഷിംഗ് ലിക്വിഡ്, പ്രത്യേക അളവൊന്നുമില്ല, നമ്മൾ സാധാരണ ഒരു കപ്പ് കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന അത്രയും വാഷിംഗ് ലിക്വിഡ് ഒഴിക്കുക. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളത് അവിടെ വെക്കുവാണേ. ഇനി അടുത്ത് നമ്മളൊരു ചായക്കറ പിടിച്ചൊരു കപ്പാണ് എടുക്കുന്നത്. ആ കപ്പിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പാണ് ഇടുന്നത്. ആ ഉപ്പിട്ടിട്ട് സ്റ്റീൽ കപ്പിനേക്കാൾ എളുപ്പമായി ഇങ്ങനെയുള്ള കപ്പിനകത്തെ കറ കളയാൻ. അപ്പോൾ ഈ ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് എന്തെങ്കിലും സ്ക്രബ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ സ്ക്രബ് ചെയ്താൽ മതി. കണ്ടോ, കറയെല്ലാം ഇളകി വന്നു. ഇനി നമ്മൾ വാഷ് ചെയ്തെടുത്താൽ മതി. നല്ലതായിട്ട് കറ മാറി കിട്ടും. നന്നായിട്ട് വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് കറ നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടിപ്സല്ല, എല്ലാവരും ചെയ്ത് നോക്കുക. ഇനിയിപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കുറച്ച് ഉപ്പാണ്. ഗോതമ്പ് പൊടിയോ മൈദമാവോ എന്ത് വേണേലും നമ്മൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഈ ഗ്ലാസ്സുകളൊക്കെ, ചില്ല് ഗ്ലാസ്സൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പൊടി നന്നായിട്ട് കുറച്ചെടുത്ത് ഇത് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഉരച്ച് കഴുകണം. ഈ ഗ്ലാസ്സിനകത്തിട്ട് അകവും പുറമൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ, ബ്രഷൊന്നും വേണ്ട, കഴിയുമ്പോൾ കണ്ടോ നന്നായിട്ട് വെട്ടി തിളങ്ങി വരും. സോപ്പിൻ്റെ ഒന്നും ഒരാവശ്യവും മണമെല്ലാം മാറിക്കിട്ടും. എന്തെങ്കിലും ഉളുമ്പോണമൊക്കെ ഉണ്ട് അതൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന സ്റ്റീൽ കപ്പ് എടുത്തു. കപ്പിനകത്ത് കറ പോകാൻ ഇച്ചിരി നമ്മൾ നന്നായിട്ട് ബ്രഷ് ഇട്ട് ഉരയ്ക്കണേ. വളരെ ഇതൊന്നും ചേർക്കാതെ ബ്രഷ് ഇട്ട് ഉരച്ചാൽ നന്നായിട്ട് കറ പോകാൻ പാടാണ്. പക്ഷേ ഇവിടെ ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലൊരു ബ്രഷിട്ട്, സ്റ്റീലിൻ്റെ ബ്രഷിട്ടാണ് ഞാൻ ഉരയ്ക്കുന്നത്. കാരണം ഈ സ്റ്റീലിൽ ഈ കറ പിടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉരച്ച് കഴുകണം, എന്നാലേ അത് പോകത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് ആ സ്റ്റീൽ സ്ക്രബ് ഇട്ട് ഉരച്ച് കഴിയുമ്പോൾ നോക്കി നല്ല വെട്ടി തിളങ്ങുന്ന പോലെ വന്നിട്ടുണ്ട്. കറയെല്ലാം മാറി കിട്ടി. നമ്മുടെ കപ്പും ഗ്ലാസ്സുകളെല്ലാം നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് സോപ്പിന് അലർജി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കൈകൾക്കൊക്കെ. ഇത് നമുക്ക് കൈകൾക്ക് കുഴപ്പമൊന്നും വരുത്തിയല്ല, ഗോതമ്പ് പൊടിയും ഉപ്പും അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്ത ടിപ്പ്, സോപ്പ് ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ പാത്രങ്ങളിൽ നെയ്യ് മാറ്റി കളയാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനകത്ത് മുഴുവൻ നെയ്യാണ്. കറി വിളമ്പിയതാ, നെയ്യും ഗ്രേവിയൊക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് കറി വെച്ച പാത്രമാണ്. ഇതിനകത്ത് നെയ്യ്, അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ഇരിക്കുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ വാഷ് ബേസിനിലോട്ട് കഴുകി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വാഷ് ബേസിൽ നിറയെ നെയ്യ് പിടിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പിനകത്തൂടെ പോയിട്ട് ഇത് നെയ്യ് കട്ട പിടിച്ചിരുന്നിട്ട് നെയ്യ് പൈപ്പ് ബ്ലോക്ക് ആക്കാൻ സാധ്യതയാണ്. നമ്മുടെ വാഷ് ബേസിനൊന്നും വൃത്തികേടാകാതെ നമുക്ക് എങ്ങനെ ഈ പാത്രം കഴുകിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗോതമ്പ് പൊടിയാണേ. ഗോതമ്പ് പൊടി, ഇതിപ്പോൾ ഗോതമ്പ് പൊടിക്ക് വരെ മൈദ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കാതെ കളയാൻ വെച്ചിരിക്കും, ഇപ്പോൾ കേടായിപ്പോയ പൊടികൾ എന്തെങ്കിലും നമ്മളുടെ ഗോതമ്പ് പൊടിയോ മൈദയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഈ ഗോതമ്പ് പൊടി അല്ലെ മൈദ എന്ത് പൊടിയാണെങ്കിലും 2 കൂട്ടം നമുക്ക് ഉപയോഗിക്കാം. ഈ പാത്രം ചെറുതായിട്ടൊന്ന് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത്, ചെറിയായിട്ട് ഇച്ചിരി വെള്ളം തളിച്ച് ഒന്ന് കുതിർന്നിരിക്കണേ. അത് കഴിഞ്ഞ് നമുക്കിത് കണ്ടോ, ഈ സ്പൂണിലൊക്കെ ഉള്ളത് ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞാൽ മതി. ഇതിൻ്റെ നെയ്യ് മുഴുവൻ പോകുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ പാത്രം കഴുകാൻ നല്ല എളുപ്പമാണ്. ഇതെല്ലാം കഴുകിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് തുടച്ചെടുക്കാം.
ഇതുണ്ട് അതിൻ്റെ നെയ്യെല്ലാം ഈ മാവയിലോട്ട് ഇങ്ങനെ പോകുന്നു. ഈ പൊടിയിലോട്ട് പിടിച്ചു നെയ്യും അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ. അപ്പോൾ ഇതിനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി സത്യം പറഞ്ഞാൽ. പിന്നെ സോപ്പ് എന്തെങ്കിലും ഇടാതെ ഒരു തൃപ്തി ആകാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് സോപ്പിട്ട് കഴുകിയെടുക്കാം. ഇനി ഈ പൊടി തന്നെ ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഇടുക, കാരണം ഇത് നല്ല കുതിർന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതും ക്ലീനാക്കി എടുക്കാം. ഇത് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ പൊടി വെച്ച് തന്നെ ഇങ്ങനെ അങ്ങ് റബ്ബ് ചെയ്താൽ മതി. ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോഴത്തേനും ഇത് കണ്ട ഇച്ചിരി ഫോഴ്സ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ഇതിങ്ങ് പോന്നോളൂ. ഇവിടെ ഇച്ചിരി ഡ്രൈ ആയിപ്പോയതൊക്കെയാണ് ഇച്ചിരി ഇളകാതിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് എല്ലായിടും ഒന്ന് വെറ്റായിട്ടിരിക്കുന്നത് നല്ല. എന്നാലും ഇച്ചിരി നേരം ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ഇത് പോകുന്നോളും. അപ്പം നമ്മുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ വാഷ് ബേസിൻ നെയ്യൊന്നും പിടിച്ച് വൃത്തികേടാകാതിരുന്നോളും. അതുപോലെ നമ്മുടെ കയ്യേലും അധികം നെയ്യാകത്തില്ല. ഈ മഞ്ഞളും നെയ്യും എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ ഇഴുകി പിടിച്ചിരുന്നാൽ അത് കഴുകിക്കളയാനും പാടാ. പിന്നെ വാഷ് ബേസിൻ കഴിയാനും ബുദ്ധിമുട്ടാണ് നെയ്യെല്ലാം കൂടെ പിടിച്ചിരുന്നത്. പിന്നെ പൈപ്പിനകത്ത് പോയി ഇത് ബ്ലോക്കാക്കും. അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട് ഈ നെയ്യ് നമ്മൾ പൈപ്പിനകത്തൂടെ വിട്ട് കഴിഞ്ഞാൽ. ഇത് ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പൈപ്പ് ബ്ലോക്കായിപ്പോയി. ഈ ഡ്രെയിനേജ് ബ്ലോക്കായപ്പം അവർ അൺബ്ലോക്ക് ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞ് പൈപ്പിനകത്ത് മുഴുവനും ഇങ്ങനെ നെയ്യ് പിടിച്ചിരിക്കുവാന്ന്. അന്നേരം ഞാൻ ഓർത്ത് ഇതെങ്ങനെയാണ് കളയുന്നത്, നമ്മുടെ പൈപ്പിനകത്തോടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്ലോക്കാകും. അപ്പോൾ ഇത് കണ്ടോ, എക്സ്ട്രാ ആയിട്ട് ഒത്തിരി എണ്ണ ഉണ്ടെങ്കിൽ നമ്മളത് ഊറ്റി കളയണേ. ഞാനതെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം എക്സ്ട്രാ ഒത്തിരി എണ്ണയുള്ളോ നെയ്യുള്ളോ അപ്പോൾ മത്തൻ്റെ ബാക്കി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ഊറ്റി ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് അത് തന്നെ സെപ്പറേറ്റ് ബിന്നിനകത്ത് കളയും. ഇത് കണ്ടോ, നെയ്യെല്ലാം കൂടെ പിടിച്ചിരുന്നിട്ട് ഒരു ബോളാക്കി എടുത്തു. ഇത് ഇപ്പോൾ നോക്കി ആ പാത്രത്തിൽ എന്തെങ്കിലും നെയ്യോ വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് കഴുകിയെടുക്കാവേ. ഇതുണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് കഴുകിയാൽ തന്നെ അതിൻ്റെ മണവും കുറേ എല്ലാം പോയി കിട്ടും. ഇപ്പോൾ ഒത്തിരി നെയ്യുള്ള പാത്രമായിരുന്നുകൊണ്ട് ഞാൻ അല്പം സോപ്പിട്ട് കഴുകുവാണേ. ഇത് കണ്ടോ, എന്നാൽ നമ്മുടെ വാഷ് ബേസിനിലൊന്നും അല്പം പോലും നെയ്യായിട്ടും ഇല്ല. നമ്മുടെ ചീനിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കണ്ടോ, നെയ്യ് ഒത്തിരി നെയ്യായിട്ടിരുന്നതെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ ഇത് ഇപ്പോൾ കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന പോലെ ഉള്ള ഇങ്ങനത്തെ പിടിച്ചിരിക്കുന്ന മാത്രം നമ്മളിങ്ങനെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. പക്ഷെ നെയ്യ് ഉണ്ട്, ഇതിനകത്ത് നെയ്മയം വല്ലതും ഉണ്ടോ നോക്കി. നമ്മുടെ വാഷ് ബേസിനിലൊന്നും നെയ്യ് പിടിക്കാതെ പാത്രം കഴുകിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. പിന്നെ നമ്മളിവിടെ മാറ്റി വെച്ച സ്പൂണുകൾ അതും കൂടെ കഴുകിയെടുക്കാം. കണ്ടോ, ഒട്ടും നെയ്യില്ലാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി സോപ്പ് ഇട്ടാൻ കഴുകിയേക്കാം. നെയ്യെല്ലാം പോയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഡ്ഡലി തട്ടാണ്. കണ്ട് ഇതിലെല്ലാം ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. ഇത് നമ്മൾ തേച്ച് ഇങ്ങനെ കഴുകണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും, എന്നാൽ ഇച്ചിരി പാടാണ്. എന്നാൽ ഇത് എളുപ്പത്തിൽ കഴുകാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കാണിക്കാം. അത് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇതിലോട്ട് അങ്ങ് ഇടണം. എന്നിട്ട് ഇത് നല്ല പെട്ടെന്ന് ഇളകിപ്പോരും ഇങ്ങനെ കഴുകുവാണെങ്കിൽ. നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് കഴുകിയെടുക്കാൻ പറ്റും. ബ്രഷൊന്നും ഉപയോഗിക്കാതെ തന്നെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉരച്ചാൽ മതി, അത് ഇളകിപ്പോന്നുള്ളൂ. ഉപ്പ് ക്ലീനിങ്ങിന് വളരെ നല്ലൊരു സാധനമാണ് ഈ ക്ലീനിങ്ങിന്. അത് ഒരു ഡിസിൻഫെക്റ്റൻറ്റും കൂടി ആയിട്ട് പ്രവർത്തിക്കും ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ പാത്രമൊക്കെ ഉപ്പിട്ട് കഴുകിയാൽ അതും നല്ലതാണ്. പിന്നെ ഞാൻ ഈ ചെറിയ പൊടി അതിങ്ങനെ ചെറിയ തരിതരിപ്പുണ്ടല്ലോ, ആ തരി എന്ന് കഴിയുമ്പോൾ ആ തരിതരിപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഇത് വേഗം ഇളകി പോരും.
കണ്ടോ, സോപ്പോ ബ്രഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. സോപ്പോ ബ്രഷോ ഒന്നും ഉപയോഗിച്ചില്ല. ഉപ്പുപൊടി ഇട്ട് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കഴുകിയതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമേ. ഞാൻ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ഞാൻ പപ്പടം പൊരിച്ച എണ്ണയാണേ. പപ്പടം പൊരിച്ചതിനകത്ത് ഇച്ചിരി കൊണ്ടാട്ടം മുളകും വറുത്തെടുത്തു. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ പൊട്ടും പൊടിയും കരിയായിട്ടിരിക്കുന്നുണ്ടോ. നമ്മൾ ഇപ്പം സാധാരണ പലരും ഇപ്പോൾ ഈ റീയൂസ് ചെയ്യാറില്ലെങ്കിലും റീയൂസ് ചെയ്യണമെന്ന് പിന്നെ വീണ്ടും ഇത് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഈ എണ്ണ എങ്ങനെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാവേ. അപ്പം നമ്മളിത് അടുപ്പയിലോട്ട് വെച്ചു, തീ കത്തിച്ചു. ഇനിയിപ്പം നമ്മളിവിടെ ഒരു സ്പൂൺ മൈദാമാവ് എടുത്തു, അല്ലെ ഗോതമ്പ് പൊടി ഏതെങ്കിലും മതി, എടുത്തു. അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കി എടുക്കണം. കലക്കി എടുത്തിട്ട് നമ്മളത് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് കലക്കിയെടുത്തു. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ചെറിയ തീ മതിയേ. എന്നിട്ടിപ്പോൾ ഇത് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വയ്യ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്പം കൂടെ തീ കൂട്ടി വെക്കാവേ. ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഉപയോഗിക്കാം. ഒന്ന് ഉപയോഗിച്ച എണ്ണ പിന്നെയും കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുന്ന നല്ലതല്ല. ഒരു പ്രാവശ്യം കൂടെയൊക്കെ പിന്നെ ഉപയോഗിക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം. ഇതുണ്ടോ, ഇതിലേക്ക് ഇത് കണ്ടോ, അഴുക്കെല്ലാം പിടിച്ച് വരുന്നുണ്ട്. ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കണ്ട, ഇത് മതിയായിരിക്കും. ഒരു മിനിറ്റൊക്കെ ആയി കാണാം. അത്ര നേരം ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി നേരം എണ്ണയിട്ട് തിളപ്പിക്കുന്നത് നല്ലതല്ലല്ലോ. ഇനി നിർത്തി വെക്കാം. അല്പം ചൂടാറുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. കുറച്ചൊക്കെ ഇതിനകത്തുനിന്ന് നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇതുണ്ടോ, എണ്ണ കണ്ടോ, ആ പൊട്ടും പൊടി അതിനകത്ത് കിടന്ന എല്ലാം തന്നെ ഇങ്ങോട്ട് പോകുന്നു. എണ്ണയുടെ കളറും തെളിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പോരുന്നുണ്ട് നമ്മുടെ മാവിനകത്ത് ഇട്ടതേ. കണ്ടോ എന്തുമാത്രം അഴുക്കായത്തെ പിടിച്ച് പോകുന്നതെന്ന് കണ്ടോ. അഴുക്കെല്ലാം ഇത്തെ പിടിച്ച് പോന്നിട്ടുണ്ട്. ഇത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയ്ക്കകത്തെ പൊട്ടും പൊടിയും കരിയെല്ലാം മാറിയത് എണ്ണ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.